അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കണം. അർഹതയ്ക്ക് എന്ത് വേണം? അംഗീകാരം ലഭിക്കുക തന്നെ വേണം. കാരണം നമ്മൾ നല്ല കഴിവുകൾ ഉള്ളവരെന്ത് ചെയ്യണം? സമൂഹത്തിൽ ഉയർന്നു വരണം, അല്ലെങ്കിൽ സമൂഹത്തിൽ വളർന്നു വരണം. അപ്പോൾ നമ്മൾ കാണുന്നെങ്കിൽ എത്രയോ നല്ല കഴിവുകളുള്ള ആളുകൾ, അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡായ ആളുകൾ സമൂഹത്തിൽ എങ്ങും എത്താതെ പോകാറുണ്ട്. അതൊക്കെ മാറണം. കാരണം നല്ല കഴിവുകളുള്ളവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം. പലപ്പോഴും നല്ല കഴിവുള്ളവർ പലയിടത്തും പിന്തള്ളപ്പെട്ടു പോകാറുണ്ട്. പലർക്കും നല്ല കഴിവുള്ളവർക്ക് ജീവിതത്തിൽ പലപ്പോഴും നല്ല അവസരങ്ങൾ ലഭിക്കാതെ പോകാറുണ്ട്. പല പ്ലാറ്റ്ഫോമുകൾ ജീവിതത്തിലെ വളർച്ച പ്രാപിക്കാനും ജീവിതത്തിൽ ഒരുപാട് ഉയരാനുള്ള വിധത്തിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോമുകൾ പലർക്കും ലഭിക്കാതെ പോകും. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടു പോകും, എങ്ങും എത്താതെ പോകും. അപ്പോൾ നല്ല കഴിവുകളുള്ളവർ സമൂഹത്തിൽ എന്ത് ചെയ്യണം? ഒരുപാട് വളർന്നു വരണം. ജീവിതത്തിൽ ഒരുപാട് ഉയരണം. കാരണം എല്ലാവരും വളരണം, എല്ലാവരും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണം. ആരും ഉയർച്ച പ്രാപിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ നമുക്ക് ചുറ്റുപാടിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രയോ പേരാണ് നല്ല കഴിവുള്ള ആളുകൾക്ക് പലപ്പോഴും നല്ല അവസരങ്ങൾ ലഭിക്കാതെയും ഒക്കെ അവർ പിന്തള്ളപ്പെട്ടു പോകുന്നത്. അപ്പോൾ നല്ല കഴിവുകൾക്ക് എന്ത് ചെയ്യുക? ജീവിതത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുക. നല്ല കഴിവുകൾക്ക് എന്ത് ചെയ്യണം? നല്ല കഴിവുകളെ അംഗീകരിക്കുക. ഒരു വ്യക്തിയുടെ നല്ല കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് വേണം കേട്ടോ. നമ്മൾ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അത് ചൂണ്ടിക്കാട്ടാൻ നമ്മളൊക്കെ ഒരുപാട് മുന്നിലാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് നന്മ ചെയ്താൽ എന്തെങ്കിലും നല്ല കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മളൊരിക്കലും മടി കാണിക്കരുത് കേട്ടോ. അത് വേണം. പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല കഴിവുള്ളവർ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നാണ് വളരെ വേദനാജനകമായൊരു കാര്യമാണ്.